കുർബാനയുടെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. ആ കുർബാന ഇല്ലാതെ ഒരു ജീവിതമില്ല. അപ്പം ഞാനൊരിക്കൽ അവൻ്റെ പണ്ട് എൻ്റെ അമ്മ മരിക്കാൻ ഇത്തിരി സീരിയസ് ആയ സമയത്ത് ഞാൻ പറഞ്ഞേ, ഞാൻ നാളെ രാവിലെ തന്നെ പുറപ്പെടാം. തലേദിവസം ഫോൺ വന്നപ്പോൾ ഞാൻ രാവിലെ തന്നെ പുറപ്പെടാം. അപ്പം ഇപ്പം എവിടെയും കുർബാന കാണാം. അപ്പം ഞാൻ പറഞ്ഞു കുർബാന പിന്നെ കാണാം പറഞ്ഞപ്പോൾ അത് വേണ്ട, കുർബാന കഴിഞ്ഞിട്ട് പോന്നാൽ മതിയും പറഞ്ഞു. അപ്പം അങ്ങനെ കുർബാന ഇല്ലാത്ത ഒരു ജീവിതമില്ല. അപ്പം കുർബാന ചാഘോഷനെ കാണുമ്പോൾ ഞാൻ അതെന്റെ സ്വന്തമായത് കൊണ്ടാവും ഈ കുർബാന കണ്ണീരോടെ എനിക്ക് കാണാൻ പറ്റും വെച്ചാൽ അത് കുറച്ചുകൂടി നല്ല ടച്ചിങ് ആയിട്ട് സ്പർശിക്കും. അപ്പൊ എനിക്ക് അവസാനമായിട്ടൊരു കുർബാന ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് കാണാൻ പറ്റിയില്ല. അതൊരു സങ്കടം മനസ്സിലുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ അത് ചാഘോഷം വെറുതെ ഒരു ഘോഷങ്ങൾ ഉണ്ടാക്കും എന്നുവെച്ചാൽ എല്ലാവരും കൂടാൻ വേണ്ടിയിട്ട്. അപ്പൊ രൂപി 40-ാം വർഷം തുടങ്ങിയതാണ്. ഈ ഡിസംബറിലാണ് 40 വർഷം കംപ്ലീറ്റ് ആവുക. അപ്പൊ അന്ന് എല്ലാവരും ഒക്കെ കുറെ പേര് എത്തിയ കാരണമാണ് നമുക്ക് അന്ന് ഘോഷിക്കാൻ പറഞ്ഞു. ശരി, അപ്പൊ ഇനോഗ്രേറ്റ് ചെയ്തു. അത് അങ്ങനെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കാം. അന്ന് ആ കുർബാന ഞാൻ ചാഘോഷിന്റെ അവസാനം കണ്ടത്.